കായംകുളത്ത് ഗാർഹിക പീഡന കേസിൽ CPIM പുറത്താക്കിയ ആൾക്ക് BJP അംഗത്വം. ബിബിൻ സി ബാബുവിനാണ് BJP അംഗത്വം നൽകിയത്. വിശദാംശങ്ങളുമായി ഷാജഹാനുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജി, നേരത്തെ ഇയാളെ ഭാര്യയുടെ പരാതിയിൽ CPIM നിന്ന് പുറത്താക്കിയിരുന്നു. മറ്റു വിശദാംശങ്ങളിലേക്ക്. ഇദ്ദേഹത്തിൻ്റെത് ഒരു മിശ്ര വിവാഹമായിരുന്നു. പ്രണയത്തിന് ശേഷമുള്ള ഒരു മിശ്ര വിവാഹം അത് ഒടുവിൽ ഒരു ഗാർഹിക പീഡനത്തിൽ ചെന്ന് അവസാനിക്കുകയായിരുന്നു. ഈ ബിബിൻ സി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഈ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വാഹനത്തിൽ മറ്റൊരു പെൺ സുഹൃത്തുമായിട്ട് ടൂർ പോയിരുന്നു. ഇത്തരം വാർത്തകളൊക്കെ തന്നെ നേരത്തെ വ്യാപകമായിരുന്നു. ഈ വാർത്തകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് ചേരുകയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാർഹിക പീഡനത്തിൽ കാര്യം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമാണെന്നറിഞ്ഞ് ഭാര്യ പരാതി നൽകുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തത്. തുടർന്ന് ഇയാളെ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഏതാണ്ട് ഒരു വർഷം മുൻപ്. അതിനുശേഷമാണ് ഇയാൾ ഇപ്പോൾ പാർട്ടി വിട്ട് മറ്റ് ഒരു പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. അതായത് ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾക്കാണ് ഇപ്പോൾ BJP അഭയം നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ കായംകുളത്ത് ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാൾ ഭാര്യയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭാര്യ പരാതി നൽകിയത്. കാര്യം ഇയാൾ മറ്റൊരു പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധമാണ് ഭാര്യ ചോദ്യം ചെയ്തത്. ഇത് ചോദ്യം ചെയ്തതോടുകൂടി നിരവധി തവണ ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കും മറ്റും പരാതി നൽകി ഏറ്റവും ഒടുവിലായിട്ടാണ് ഇവർ പോലീസിന് പരാതി നൽകുന്നത്. പോലീസിൽ പരാതി നൽകി പോലീസ് നടപടിയെടുത്തതോടെ പാർട്ടി ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ഒരു വർഷം മുൻപ് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇയാളെ പുറത്താക്കിയ ശേഷമാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ഇയാൾ ചേക്കേറുന്നത്. ബിബിൻ സി ബാബുവിനെ BJPയിൽ ചേർത്തതോടുകൂടി BJPയുടെ ആ ഒരു നിലപാട് കൂടെ വ്യക്തമാവുകയാണ് ഷാജി. കാരണം ഗാർഹിക പീഡന കേസിലെ ജാമ്യമില്ലാ വകുപ്പിലെ കേസിലെ പ്രതിയാണ്. സ്വന്തം ഭാര്യ തന്നെയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് CPIMൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ BJPയിലേക്ക് പോകുമ്പോൾ ഇത്തരം ക്രിമിനലുകളെയും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെയും BJP സംരക്ഷിക്കുന്നു എന്ന നിലപാട് ഒരിക്കൽ കൂടി വെളിവാകുന്നു. തീർച്ചയായിട്ടും വിനിഷ, കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഈ ബിബിൻ സി ബാബുവിനെതിരെ ഏറ്റവും അധികം വാർത്തകൾ ചമച്ചത് വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയായിരുന്നു. പാർട്ടി നടപടിയെടുക്കുന്നില്ല, ഇയാൾ ഗാർഹിക പീഡന കേസിലെ പ്രതിയാണ്, ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട്, ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ ഇയാളുമായി ബന്ധപ്പെട്ട് അന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുകയും വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടുകൂടിയാണ് അത് കൃത്യമായിട്ടും സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ടുകൊണ്ട് ഇയാളെ പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ഒരു വർഷം മുൻപ് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത്. ശരിയായി ഷാജി, കായംകുളത്ത് അച്ചടക്ക നടപടിയെടുത്ത CPIM അച്ചടക്ക നടപടിയെടുത്ത ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ അച്ചടക്ക നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ബിബിൻ സി ബാബുവിനെ BJP അഭയം നൽകി സ്വീകരിച്ചിരിക്കുന്നു. H ഷാജഹാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.